ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളതിൽ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടി വരുമെന്ന്. സർക്കാരിന് അതെല്ലാം ഒരു നയമാറ്റമാണ്. അല്ലല്ല അങ്ങനെയല്ലോ. അല്ല, ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? അത് സർക്കാർ സമ്മതിച്ചല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEP-യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഈ NEP-യിൽ എന്താണ് കുഴപ്പം? ഒന്നു പറഞ്ഞേ. NEP-യിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു. ഞാൻ ചർച്ച ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു, എന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു, ഞാൻ 2 പ്രാവശ്യം ചർച്ച ചെയ്തു. ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ളതിൽ അവർ തയ്യാറായി വന്നിട്ടില്ല. തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാശ് നഷ്ടപ്പെടാതിരിക്കുകയും LDF-ന്റെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് പിന്നെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം തുറന്നു വന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല.